നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയാൻ കാത്തുനിൽക്കുകയാണ് സർക്കാർ. പെട്രോളിനും ഡീസലിനും ഉടൻ വില കൂട്ടും. ചില്ലറയൊന്നുമല്ല, ലിറ്ററിന് 28 രൂപ വരെ എന്ന കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ നിഗമനത്തിന് മുന്നിൽ പകച്ച് ഉപയോക്താക്കൾ. ക്രൂഡ് ഓയിൽ വില ബാരലിന് $104. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വില കൂട്ടുകയല്ലാതെ മാർഗമില്ലെന്ന കൊട്ടക്കിന്റെ അനുമാനം സർക്കാർ തള്ളി. 4 വർഷമായി പെട്രോൾ ഡീസൽ വില കൂട്ടാത്ത ഏക രാജ്യം ഇന്ത്യയാണ് എന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. വില വർധന പരിഗണനയിലില്ലെന്ന സർക്കാർ വാദത്തിന് ആയുസ് എത്ര നാൾ? ചോദ്യം ബാക്കി. കോവിഡിന് ശേഷം അടിക്കടി ഉയർന്നുകൊണ്ടിരുന്ന ദുബൈയിലെ ഫ്ളാറ്റ് വിലയിലും വിൽപ്പനയിലും ഇതാദ്യമായി ഇടിവ്. പശ്ചിമേഷ്യൻ യുദ്ധമാണ് കാരണം. വാല്യൂ സ്ട്രാറ്റ് കണക്ക് പ്രകാരം മാർച്ചിൽ ഇടിവ് 6%. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ തിരിച്ചടി. ആഗോളതലത്തിൽ നോക്കിയാൽ ഇന്ത്യ ഏറ്റവും ദുർബലമായ വിപണി. വലിയ വില തന്നെ പ്രധാന പ്രശ്നം. മാർച്ച് വരെയുള്ള 6 മാസങ്ങളിൽ ടെസ്ല ഇന്ത്യയിൽ ആകെ വിറ്റത് 342 കാറുകൾ. 2025-26 23.4 ലക്ഷം വാഹനങ്ങളുടെ വിൽപ്പന റെക്കോർഡിട്ട് മാരുതി സുസുക്കി. ഓഹരി വിപണിയിൽ സെൻസെക്സിന് 2 ദിവസം കൊണ്ട് 1600 പോയിന്റിന്റെ ഇടിവ്. ബാങ്ക് ഓഹരികളിലെ വിൽപ്പന, ക്രൂഡ് ഓയിൽ വിലയേറ്റം, വെടിനിർത്തൽ അനിശ്ചിതത്വം, വിദേശ സ്ഥാപന നിക്ഷേപകരുടെ വിൽപ്പന തുടങ്ങിയവ കാരണങ്ങൾ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.